യോഗത്തിൻ്റെ അധ്യക്ഷ സഖാവെ, വേദിയിലും സദസ്സിലുമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട നേതാക്കളെ, സഖാവ് എം എ ബേബിയുടെ വിജയം ഉറപ്പാക്കാൻ അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ കുളത്തുപുഴയിലെ പ്രിയപ്പെട്ട സമരവീര്യമുള്ള സഖാക്കളെ, പ്രിയപ്പെട്ട ജനങ്ങളെ, സഹോദരീ സഹോദരന്മാരെ, ഏപ്രിൽ മാസം 10 ഈ രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കലണ്ടറിൽ ഋതുഭേദങ്ങൾക്കിടയിൽ വന്നുമറയുന്ന സാധാരണ ഒരു ദിനം മാത്രമല്ല. ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ഭാവി ഭാഗതയെ നിർണയിക്കുന്ന ദിനങ്ങളിലൊന്നാണ് ഏപ്രിൽ മാസം 10. ഏപ്രിൽ 10 പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഈ നല്ല നാട്ടിലെ എല്ലാ വിഭാഗത്തിലും പെട്ട ജനങ്ങളോട് ഞങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരൊറ്റ അഭ്യർത്ഥനയേ ഉള്ളൂ. ഏപ്രിൽ 9 വരെയുള്ള നിന്റെ ജീവിതമുണ്ടല്ലോ, ഏപ്രിൽ 9 രാത്രിയിൽ ഭക്ഷണം കഴിഞ്ഞ് കിടക്കയിലേക്ക് ചെന്ന് വീഴുന്നതിന് മുൻപ് വരെയുള്ള നിന്റെ ജീവിതം, ആ ജീവിതത്തിലേക്കെങ്കിലും ഒന്ന് തിരികെ നോക്കിയിട്ട് വേണം നീ വോട്ട് രേഖപ്പെടുത്താൻ പോകാൻ. തിരഞ്ഞെടുപ്പ് ഒരു ആഘോഷമല്ല, വളരെ ഗൗരവപൂർണ്ണം നിർണയിക്കേണ്ട ഒരു വിധിയെഴുത്താണത്. ഇന്ത്യ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം 1947 ഓഗസ്റ്റ് മാസം 15 അർദ്ധരാത്രിയിൽ ലോകമാകെ ഉറങ്ങിക്കിടക്കവേ സ്വാതന്ത്ര്യത്തിലേക്ക് മെഴുതുറന്നെഴുന്നേറ്റു. ഈ രാജ്യത്ത് പിന്നെയുള്ള കാലയളവിൽ ഇന്ത്യ സ്വതന്ത്രയായതിനു ശേഷമുള്ള ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ യാത്ര വളരെ സങ്കീർണമായിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അന്ന് പ്രധാനമായും 3 ശക്തികൾ: ഒന്ന് കോൺഗ്രസ്, 2 കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷം, 3 ഇന്ത്യയിലെ സംഘപരിവാർ നേതൃത്വം. കോൺഗ്രസിന്റെ നേതൃത്വം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. നെഹ്റു അന്ന് മുഖ്യ ശത്രുവായി കണ്ടിരുന്നത് സംഘപരിവാറിനെയായിരുന്നു. പക്ഷെ കോൺഗ്രസിനകത്ത് എല്ലാവരും അങ്ങനെയായിരുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, 6.5 പതിറ്റാണ്ടുകൾക്ക് പുറത്ത് ഇന്ന് ഇന്ത്യ ഒരു പുതിയ തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇന്ത്യൻ കോർപ്പറേറ്റ് മാധ്യമങ്ങൾ പറയുന്നു നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ഏതോ ഏറ്റുമുട്ടലാണ് ഇത് എന്ന്. ആരിന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്ന ചോദ്യത്തിന്റെ ഉത്തരമായി രാഹുലാകണമോ നരേന്ദ്രമോദിയാകണമോ എന്ന് മാധ്യമങ്ങൾ കോളം വരച്ച്, കല്ലുകൾ വരച്ച് അഭിപ്രായ സർവേകൾ എടുത്തുകൊണ്ടിരിക്കുന്ന വർത്തമാന കാലത്ത് ഈ കോൺഗ്രസും BJPയും തമ്മിലുള്ള അകലമെത്രയാണ്? തുച്ഛമാണ്. ചരിത്രം അന്വേഷിച്ചു പോകുന്ന ഏതൊരു ചരിത്ര വിദ്യാർത്ഥിക്കും ചരിത്രത്തിന്റെ ചുമരിൽ നിന്നും ഒപ്പിയെടുക്കാനാകുന്ന ഒരു യാഥാർത്ഥ്യത്തിന്റെ ചിത്രമുണ്ട്. സ്വാതന്ത്ര്യം കിട്ടിയ ആദ്യ തിരഞ്ഞെടുപ്പിന്റെ നാളുകളിലേക്ക് ഇന്ത്യ കടന്നു പോകുന്നു. അങ്ങനെ കടന്നു പോകുന്ന ഇന്ത്യ, ആ ഇന്ത്യയിൽ കോൺഗ്രസിന്റെ പ്രധാന ശത്രു കമ്മ്യൂണിസ്റ്റുകാരാകണമോ RSS ആകണമോ എന്നതിനെ സംബന്ധിച്ച് വലിയ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. ഒരിക്കൽ മാധവ് സദാശിവ് ഗോൾവൽക്കർ എന്ന MS ഗോൾവൽക്കർ, RSSന്റെ എക്കാലത്തെയും വലിയ ആചാര്യൻ, സർദാർ വല്ലഭായി പട്ടേലിന് എഴുതി, അല്ലയോ പട്ടേൽജി, എന്തുകൊണ്ട് RSSും കോൺഗ്രസും ഒന്നിച്ചുകൂടാ? നമ്മൾ തമ്മിൽ എന്തിനാണ് ഈ ശത്രുത? നമുക്ക് ഈ രാജ്യത്തൊരു പൊതുശത്രു ഇല്ലേ? സർദാർ വല്ലഭായി പട്ടേലിന് MS ഗോൾവൽക്കർ എഴുതിയ കത്ത് ഇന്ത്യയിലെ വളരെ പ്രമുഖനായ ചരിത്രകാരൻ, ഒരിക്കലും ഒരു ഇടതുപക്ഷം പൂർണ്ണമായ ഇടതുപക്ഷക്കാരനല്ലാത്ത ചരിത്രകാരൻ എന്ന് പറയാവുന്ന രാമചന്ദ്ര ഗുഹയുടെ ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി, ഇന്ത്യ ഗാന്ധിക്കു ശേഷം എന്ന പുസ്തകത്തിൽ കോറിയിട്ടിട്ടുണ്ട്. ഗോൾവൽക്കറുടെ കത്തിങ്ങനെയാണ്: പട്ടേൽജി, ഇന്ത്യയിലെ എന്റെയും നിങ്ങളുടെയും പൊതുശത്രു ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാർ. ആ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായ പോരാട്ടത്തിൽ എന്തുകൊണ്ട് സംഘപരിവാറിനും നിങ്ങൾക്കും കോൺഗ്രസിനും ഒരുമിച്ച് ഒതുങ്ങിക്കൂടാ, ലയിച്ചുകൂടാ, ഒരുമിച്ചൊരു മനസ്സാലെ മുമ്പോട്ട് പോയിക്കൂടാ? നിങ്ങളുടെ അധികാരത്തിന്റെ ശക്തിയും ഞങ്ങളുടെ സംഘടനാ ശക്തിയും പ്രയോഗിച്ചാൽ വളരെ പെട്ടെന്ന് ഈ ചുവപ്പന്മാരുടെ ശല്യം ഈ രാജ്യത്തു നിന്നും ഇല്ലാതാക്കാൻ കഴിയും. ഇതെന്റെ വാക്കല്ല, മാധവ് സദാശിവ് ഗോൾവൽക്കർ എന്ന RSSന്റെ എക്കാലത്തെയും വലിയ ആചാര്യൻ സർദാർ വല്ലഭായി പട്ടേൽ എഴുതിയ കത്തായിരുന്നു. നെഹ്റുവിന്റെ സാന്നിധ്യത്തിൽ ഒരിക്കൽ AICCയിൽ ഇത് ചർച്ചയ്ക്ക് വന്നു.
സ്റ്റലിന് വലിയ ആഗ്രഹമായിരുന്നു, പുതിയായിരുന്നു RSSുമായി കോൺഗ്രസിനെ ലയിപ്പിക്കാൻ, കോൺഗ്രസും RSSും ഒന്നാകാൻ. ഒരുപാട് പല ഘട്ടങ്ങളിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഇന്ത്യൻ ഇടതുപക്ഷം ഇപ്പോഴും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് സമ്മതിക്കുന്നു, ഇന്ത്യ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഈ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും സ്വാശ്രയത്വവും സോഷ്യലിസവും എല്ലാം കാത്തുസൂക്ഷിക്കുവാൻ ഒരുപാട് സംഭാവന നൽകിയ കോൺഗ്രസ് നേതാവ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അന്നുണ്ടായിരുന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഈ BJPയും MA ഒന്നായനെ RSSും കോൺഗ്രസും രണ്ടാകില്ലായിരുന്നു. അത്രയേ ഉള്ളൂ കോൺഗ്രസും RSSും തമ്മിലുള്ള അകലം. ഞാൻ ആദ്യം പരാമർശിച്ചു മൂന്ന് ശക്തികൾ, ഒന്ന് കോൺഗ്രസ്, ഒന്ന് സംഘപരിവാർ, മൂന്നാമതൊന്ന് കമ്മ്യൂണിസ്റ്റ്. ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളോടെന്ന് നെഹ്റു പറഞ്ഞു, ഇന്ത്യൻ മതേതരത്വം കാത്തു സൂക്ഷിക്കപ്പെടണം. ഒരു മണൽത്തരി മുകളിൽ നിന്നും താഴേക്ക് വീണാൽ കേൾക്കാവുന്ന കൊടിയ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഒരു നദിയിലെ നീരൊഴുക്കുപോലെ ഒഴുകിപ്പടർന്ന, ഒരു മഞ്ഞുപഴ പോലെ ഒഴുകിപ്പടർന്ന നെഹ്റുവിന്റെ പ്രസംഗമധ്യേ നെഹ്റു ഓർമ്മിപ്പിച്ചു, ഇന്ത്യയെ ഈ ലോകത്തുള്ള മനുഷ്യരെയാകെ who lives if India dies, who dies if India lives. ഇന്ത്യ മരിക്കുകയാണെങ്കിൽ പിന്നെ ആരാണ് ജീവിച്ചിരിക്കുക? ഇന്ത്യ ജീവിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ ആരാണ് മരിക്കുക? ഇന്ത്യ മരിക്കാതിരിക്കണമെങ്കിൽ ഇന്ത്യയുടെ മതേതരത്വം നമുക്ക് കാത്തു സൂക്ഷിക്കാനാകണം. നെഹ്റു ആ പ്രസംഗമധ്യേ വീണ്ടും ഓർമ്മിപ്പിച്ചു, ഇന്ത്യ മതേതരത്വ രാഷ്ട്രമായി, ഒരു സുരക്ഷിത രാഷ്ട്രമായി നിലകൊള്ളണമെങ്കിൽ ഇന്ത്യൻ ഭൂരിപക്ഷം എന്ത് ചിന്തിക്കുന്നുവെന്നല്ല, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ എന്ത് കരുതുന്നു എന്നതാണ് പ്രശ്നം. ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഇന്ത്യ ഗവൺമെന്റിന് ഏറ്റെടുക്കാനാകുമെന്ന തോന്നൽ എക്കാലവും അവരുടെ മനസ്സിൽ അനുഭവ സാധ്യമായി ഉണ്ടാകണം. അതിന് ഈ രാജ്യത്ത് സംഘപരിവാർ അപകടമാണ്. നെഹ്റുവിന്റെ പോളിസി ഇതായിരുന്നു. ഒന്നാമത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നെഹ്റു മത്സരിക്കുമ്പോൾ നെഹ്റു മത്സരിച്ച മണ്ഡലത്തിൽ നെഹ്റുവിന് എതിരിടാൻ വേണ്ടി ഉണ്ടായിരുന്നത് പ്രധാനമായും ഹിന്ദു മഹാസഭയുടെ ജനസംഘത്തിന്റെ സ്ഥാനാർത്ഥികളായിരുന്നു, സംഘപരിവാർ സ്ഥാനാർത്ഥികളായിരുന്നു. നിങ്ങൾ നോക്കൂ എന്റെ പ്രിയപ്പെട്ടവരെ, ആ നെഹ്റുവിനെ നയിച്ച കോൺഗ്രസും ഇന്ത്യൻ മതേതരത്വത്തിന് വില കൽപ്പിച്ചിരുന്നു. ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷേ ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാതെ കുതിച്ചു പായുന്ന ഒരു കുതിരയെപ്പാൽ മുൻപോട്ട് കുതിച്ചു പാഞ്ഞ ഇന്ത്യ എന്ന ഈ മഹാരാഷ്ട്രം, ഇന്ത്യയുടെ രാഷ്ട്രീയം ഇന്നെവിടെ എത്തി നിൽക്കുന്നു? ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ഇന്ത്യൻ മതേതരത്വത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കും കോൺഗ്രസ് എന്ന് കരുതി. പക്ഷേ ആ കോൺഗ്രസ് ഇന്നെവിടെ? നിങ്ങൾക്ക് ഇന്ത്യയെ സംരക്ഷിക്കാനായോ? ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിക്കാനായോ? ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ എന്തെങ്കിലും ഒരിക്കലും ഒരു നിർണായക ശക്തിയായി ഒരിക്കലും വരില്ല എന്നും വരരുത് എന്നും ഇന്ത്യ എന്ന മഹാരാജ്യത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ വിശ്വസിച്ചുറപ്പിച്ചിരുന്ന നിശ്ചയദാർഢ്യത്തോടെ നേരിട്ട ഇന്ത്യൻ സംഘപരിവാർ 6.5 പതിറ്റാണ്ടുകൾക്ക് പുറം 16ാമത് ലോകസഭയിലേക്ക് ഇന്ത്യ ഒരു തിരഞ്ഞെടുപ്പിനൊരുങ്ങുമ്പോൾ ആ സംഘപരിവാർ നിങ്ങളുടെ മുഖ്യ എതിരാളിയായി നിൽക്കുന്നു. ഈ സംഘപരിവാറിനെ രാജ്യത്തു നിന്നും ഇല്ലാതാക്കണമെന്ന സ്വപ്നം കാണുകയും പ്രസംഗിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്ത പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കോൺഗ്രസ് ഇന്ന് പല സംസ്ഥാനങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്നിടത്ത് ഒരു ഭൃത്യനെ പോലെ പോയി നിൽക്കുന്നു. നിങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ സംരക്ഷിക്കാനായോ? ഗാന്ധിജി ജനിച്ച നാട്, സബർമതിയുടെ നാട്, ഗാന്ധിയുടെ പരീക്ഷണ സ്ഥലം ഗുജറാത്ത്, ആ ഗുജറാത്തിനെ പോലും നിങ്ങൾക്ക് നെഞ്ചോട് ചോർത്ത് പിടിച്ചു സംഘപരിവാറിൽ നിന്ന് സംരക്ഷിക്കാൻ എന്തേ കോൺഗ്രസ് സാധിച്ചില്ല? ഉണ്ണി, നിന്റെ വരവിങ്ങനെയായിരിക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. നെറ്റിയിൽ മലാഖമാരുടെ ചുംബനവുമായി നീ വരുന്നത് ഞാൻ കിനാവ് കാണുമായിരുന്നു. നിനക്കായി ഞാനൊരു താരാട്ടു കരുതിയിരുന്നു. പെട്ടെന്നാണ് എല്ലാം അവസാനിച്ചത്. വാളും കുന്തവുമായവർ വന്നു, കൊടിയും തൃശൂലവുമായവർ വന്നു. അവരെന്റെ കൈകാലുകൾ കെട്ടിയിട്ടു, അടിവയർനടുകെ പിളർന്നു നിന്നയവർ പുറത്തേക്ക് വലിച്ചെടുക്കുമ്പോൾ നീ പൊക്കിൽ കൊടിയിൽ മുറുകെ പിടിച്ചിരുന്നുവോ? ഗാന്ധിജി ജനിച്ച നാട് ഗുജറാത്ത്. ഗുജറാത്തിന്റെ തലസ്ഥാനമായ അഹമ്മദാബാദിൽ നിന്ന് 6.5 കിലോമീറ്ററുകൾക്ക് പുറത്ത് നരോദ പട്ടിയയിലെ ഒരു മുസ്ലിം വരുന്ന പേര് കൗസർ ബാനോ
പൂർണ്ണഗർഭിണിയായിരുന്നു അവൾ. അവളുടെ വയറിൽ നിന്നും പുറത്തേക്ക് വരുന്ന പ്രസവിക്കുന്ന കുഞ്ഞിന് വേണ്ടി താരാട്ടുകരുതി കാത്തിരുന്നു. പൊന്നോമനെ, നീ മാലാഖയുടെ ചുംബനം തിരുനെറ്റിയിലേക്ക് വാങ്ങി എന്റെ കൈകളിലേക്ക് പിറവി കൊള്ളുന്ന ദിനത്തിന് വേണ്ടി ഉമ്മ കാതൊത്തിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് എല്ലാം അവസാനിച്ചത്. വാളും കുന്തവുമായവർ വന്നു എന്റെ സ്വപ്നങ്ങളുടെ ലോകത്തേക്ക്. കൊടിയും തൃശൂലവുമായവർ വന്നു. അവരെന്റെ കൈകാലുകൾ കെട്ടിയിട്ടു. അടിവയറിനെടുകെ പുലർന്നു. നിന്നെ അവർ പുറത്തേക്ക് വലിച്ചൊടുക്കുമ്പോൾ നീ പൊക്കിൾക്കൊടിയിൽ മുറുകെ പിടിച്ചിരുന്നുവോ? മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി സച്ചിദാനന്ദന്റെ വിടയെന്ന ഈ കവിതയിലെ വരികൾ മാത്രം മതി നരേന്ദ്രമോദിയെ കുറിച്ച്, ഗുജറാത്തിനെ കുറിച്ച് വാചാലമാകാൻ, സംഘപരിവാറിന്റെ ഭാവി പ്രധാനമന്ത്രിയെ കുറിച്ച് വാചാലമായി പ്രസംഗിക്കാൻ. ഞാൻ ചോദിക്കുന്നു, ഇന്ത്യ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കിന്റെ ഹൃദയത്തിൽ കോൺഗ്രസ് 6.5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ രാജ്യം പ്രതീക്ഷാ നിർഭരതയോടുകൂടി നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചു. ഇന്ത്യൻ മതേതരത്വത്തെ നിങ്ങൾ സംരക്ഷിക്കുമെന്ന കരുതലോടെ ഇന്ത്യയുടെ ഭരണം നിങ്ങൾക്ക് സംരക്ഷിക്കാനായോ? ആ രാഷ്ട്രത്തിന്റെ ഹൃദയഭൂമിയിൽ ഇന്ത്യയിൽ കശാപ്പ് ചെയ്യപ്പെട്ടു മതത്തിന്റെ പേരിൽ മനുഷ്യ. 1992 ഡിസംബർ 6 പകൽ 12:15 ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള ഒന്നായ ഇന്ത്യ, ആ ഇന്ത്യയുടെ കരസേന, വ്യോമസേന, നാവികസേന, ഇതര അർദ്ധ സൈനിക വിഭാഗങ്ങൾ തങ്ങളുടെ തോക്കിൻ കുഴലുകൾ അന്തരീക്ഷത്തിന്റെ അനന്തതയിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഗാഡോഫണർ കൊടുത്തു നിൽക്കവേ സരൈവിന്റെ തീരത്ത് യുപിയിൽ ബാബറി മസ്ജിദിന്റെ ഒടുവിലത്തെ താഴികക്കുടവും സംഘപരിവാർ തകർത്തെറിഞ്ഞു. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇന്ന് വർത്തമാനം പറയുമ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കോബ്ര പോസ്റ്റിന്റെ ഒരു രഹസ്യ ക്യാമറ ഓപ്പറേഷൻ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ഭരിച്ചിരുന്ന കോൺഗ്രസിന്റെ അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവുവിനും LK അദ്വാനിയും സുഷമ സ്വരാജും ഉമാഭാരതിയും ഉൾപ്പെടെയുള്ള സംഘപരിവാർ നേതാക്കൾക്കും ബാബറി മസ്ജിദ് തകരുന്ന സമയം പോലും നേരത്തെ അറിയാമായിരുന്നു അത്രേ. 1992 ഡിസംബർ 6 പകൽ 12:15 ആ ദിവസം സൃഷ്ടിക്കാൻ വേണ്ടിയാണോ കോൺഗ്രസ് 6.5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ മഹാരാഷ്ട്രം നിങ്ങളുടെ കൈകളിൽ ഈ രാജ്യത്തിന്റെ ഛത്രപതി സ്ഥാനം, കിരീടവും ചെങ്കോലവും വെച്ചുതന്നത്? ആ UP നിങ്ങൾക്കറിയില്ലേ? ഗാന്ധി കുടുംബത്തിലെ ഇന്ദിരാഗാന്ധി മുതൽ സർവരും മത്സരിക്കാൻ തേടി ചെന്നിറങ്ങിയിരുന്ന, പറന്നിറങ്ങിയിരുന്ന UP, റായ്ബറേലിയുടെ UP, അമേഠിയുടെ UP, ആ UP കോൺഗ്രസിന്റെ തട്ടകമായിരുന്നു. ഇന്ത്യയാര് ഭരിക്കണമെന്ന് തീരുമാനിച്ചിരുന്ന രാഷ്ട്രീയ തട്ടകമായിരുന്നു UP. ഉത്തർപ്രദേശിന്റെ മണ്ണിൽ ബാബറി മസ്ജിദ് തകർന്നു വീണു. തീർന്നില്ല. ഇതാ ഈ പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന BJPയുടെ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ മുസാഫർ നഗർ കലാപത്തിന് നേതൃത്വം കൊടുത്തവർ. ഒരു ഗുജറാത്ത് കൊണ്ട്, ഒരു ബാബറി മസ്ജിദ് കൊണ്ട്, ഏതെങ്കിലും ഒരു കലാപം കൊണ്ട് ഇന്ത്യയുടെ കലാപം കീഴടങ്ങുന്നില്ല. ഈ രാജ്യത്തിന്റെ ഭീഷണിയായി സംഘപരിവാർ മാറി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനത നിങ്ങളെ ഏൽപ്പിച്ച വിശ്വാസം നിങ്ങൾക്ക് കാത്തു സൂക്ഷിക്കാനായോ? നിങ്ങൾക്ക് കാത്തു സൂക്ഷിക്കാനായില്ല. 6.5 പതിറ്റാണ്ടിനിപ്പുറം ലോകമാകെയുള്ള ജനാധിപത്യ വിശ്വാസികൾ, ചരിത്ര വിദ്യാർത്ഥികൾ ആവേശപൂർവ്വം പഠിച്ചിരുന്ന രാഷ്ട്രീയത്തിന്റെ ഒരു നിർവചനമുണ്ട്. Of the people, by the people, for the people. ജനങ്ങൾ, ജനങ്ങളാൽ, ജനങ്ങൾക്ക് വേണ്ടി. 6.5 പതിറ്റാണ്ടുകാലത്തിനിപ്പുറം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കോൺഗ്രസ്, ഭാരതീയ ജനതാ പാർട്ടി, നിങ്ങൾ ആ ജനാധിപത്യത്തിന്റെ നിർവചനം മാറ്റിയെഴുതുന്നു. പുതിയ നിർവചനം ഇങ്ങനെയാണ്: ഓഫ് ദ കോർപ്പറേറ്റ്, ബൈ ദ കോർപ്പറേറ്റ്, ഫോർ ദ കോർപ്പറേറ്റ്. കോർപ്പറേറ്റുകൾ, കോർപ്പറേറ്റുകളാൽ, കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭരിക്കുന്ന ഒരു രാഷ്ട്രം. നിങ്ങൾക്ക് എന്റെ പ്രിയപ്പെട്ട സ്നേഹിതരെ, നമ്മെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഡൽഹിയിൽ ഒരു ചെറുപ്പക്കാരൻ വരുന്നു, ചൂലുയർത്തി പിടിക്കുന്നു, മുഖ്യമന്ത്രിയാകുന്നു. നമ്മുടെ നാട്ടിലെ കാരണവന്മാരെല്ലാം വിട്ട് കൊള്ളാലോ ഈ ഏർപ്പാട്, ചൂല് കാണിക്കുന്നു, മുഖ്യമന്ത്രിയാകുന്നു. പേര് അരവിന്ദ് കെജ്രിവാൾ. പക്ഷേ ആം ആദ്മി സർക്കാരിന്, അരവിന്ദ് കെജ്രിവാൾ സർക്കാരിന് ദിവസങ്ങളുടെ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ. എന്തുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിന് രാജിവെച്ച് ഇറങ്ങിപ്പോകേണ്ടി വന്നു? അംബാനിയെ ഒന്ന് തൊട്ടു, ഇല്ല തൊടാൻ പോയി, അത്രയേ ഉള്ളൂ. ഇന്ത്യൻ കോർപ്പറേറ്റുകൾക്കൊരു രാജകുമാരനുണ്ട് എങ്കിൽ വർത്തമാനകാല ഇന്ത്യൻ കോർപ്പറേറ്റുകളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ആ രാജകുമാരന്റെ ഛത്രാധിപതിയുടെ നേർക്കൊന്ന് കൈവിരൽ ചൂണ്ടി ആം ആദ്മി സർക്കാർ. മണിക്കൂറുകൾക്കകം
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും BJPയും ഒരമ്മയുടെ മക്കളെ പോലെ ഒന്നിച്ചു. തലേന്നാൾ വരെ പരസ്പരം യുദ്ധം ചെയ്തവർ, തെറി വിളിച്ചവർ, മുണ്ടുമുക്കി കാണിച്ചവർ, കോൺഗ്രസും BJPയും തന്തയ്ക്ക് വിളിച്ചവർ, തള്ളക്ക് വിളിച്ചവർ ഒരൊറ്റ മണിക്കൂർ കൊണ്ടൊന്നിച്ചു. കുളത്തൂപ്പുഴയിലെ 2 പേർ, ഒരമ്മയുടെ ഒരച്ഛന്റെ 2 മക്കൾ. പരസ്പരം യുദ്ധമാണ്, കോടതിയാണ്, കേസാണ്, വ്യവഹാരമാണ്. ഇവിടെയുള്ള പാർട്ടി നേതാക്കൾക്ക്, MLAക്കെല്ലാം ഇവർ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കുന്നേ സമയമുള്ളൂ. തമ്മിൽ കണ്ടാൽ അവിടെ 147 പ്രഖ്യാപിക്കേണ്ടി വരും. അത്ര വലിയ കുഴപ്പമാണ്, വലിയ പ്രശ്നം. പക്ഷെ ഒരൊറ്റ നിമിഷം കൊണ്ടൊന്നിക്കും. എപ്പോഴെന്നറിയുമോ? മൂന്നാമതൊരുത്തം വന്ന് സ്വന്തം അപ്പനു നേരെ കൈയൊങ്ങിയാൽ അപ്പന് പുറം നിൽക്കും. അപ്പനെ തൊടാറായടാ എന്ന് ചോദിച്ചുകൊണ്ട് 2 കൂടി ഒന്നിക്കും. ഞാൻ ചോദിക്കുന്നു, കോൺഗ്രസിന്റെയും BJPന്റെയും അപ്പന ഈ അംബാനി? പരസ്പരം തെറി വിളിച്ചവർ, തള്ളക്ക് വിളിച്ചവർ, ഏറ്റുമുട്ടിയവർ, ഇപ്പോഴും ഏറ്റുമുട്ടുന്നു എന്ന് പറയുന്നവർ ഒരൊറ്റ രാത്രി മാറുന്നതിന് മുമ്പ് അങ്ങൊന്നിച്ചു. പ്രേമചന്ദ്രൻ നമ്മളെ അപ്പുറത്ത് പോയതിനേക്കാൾ വേഗതയിലാണ് അവിടെ മച്ചനും തമ്മിൽ ഒന്നിച്ചത്. ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ പിറന്ന 2 മക്കളെ പോലെ ഭാരതീയ ജനതാ പാർട്ടിയും കോൺഗ്രസും, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും, 2 പേരുടെയും നയം ഒരുപോലെ. ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് പണയം വെക്കുന്നു. ഇന്ത്യൻ മതേതരത്വത്തിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല, കോൺഗ്രസും കൽപ്പിക്കുന്നില്ല, BJPയുടെ അജണ്ടയിലേതില്ല. ആ കോൺഗ്രസ് ഇന്ത്യയുടെ ജനാധിപത്യത്തെ, മതേതരത്വത്തെ ഇന്ന് തൂക്കി നിൽക്കുന്നു. കോൺഗ്രസിന്റെ നേതാക്കൾ എത്ര ലജ്ജാകരമായ പ്രസ്താവനകളാണ് നരേന്ദ്രമോദിയെ കുറിച്ച് നടത്തുന്നത്. നമ്മെ അതിശയിപ്പിക്കുകയാണ്. നരേന്ദ്രമോദി തരക്കേടില്ല. അടൽ ബിഹാരി വാജ്പേയി കൊള്ളാമായിരുന്നു, ആദർശ തീരം പറയാൻ. ആര്? സുധീരൻ. ആരാ അടൽ ബിഹാരി വാജ്പേയി? RSSകാരൻ. ആരാ നരേന്ദ്രമോദി? ഉംറയ്ക്ക് പോകാൻ സമ്മതിച്ചില്ല, പാർട്ടി വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മുടെ പാർട്ടി വിട്ടുപോയ പയ്യനുണ്ട്. ആരാ? കുട്ടി. ഏത് കുട്ടി? അബ്ദുള്ള കുട്ടി. ബ്രാക്കറ്റിൽ പറയാം സരിതക്കുട്ടി. അങ്ങനെ ആ അബ്ദുള്ള കുട്ടി, സരിതക്കുട്ടി, ആ സരിതക്കുട്ടി പറഞ്ഞു, ഉംറയ്ക്ക് പോകാൻ എന്റെ പാർട്ടി സമ്മതിച്ചില്ല, ഞാൻ പാർട്ടി വിട്ടു പോവാണ്. അപ്പുറത്ത് പോയി സുധാകരൻ കെട്ടിപ്പിടിച്ചു, മുത്തം കൊടുത്തു. അന്ന് ഞങ്ങൾക്ക് അറിയാം, ആരെ കണ്ടാലും മുത്തം കൊടുക്കുന്ന ജാതിയാണ്. ഞങ്ങൾക്ക് അന്ന് തിരിഞ്ഞതാ. അപ്പോൾ സരിതയും പറയുന്നു, സരിതയ്ക്ക് മുതലെല്ലാം കിട്ടിയെന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അബ്ദുള്ള കുട്ടി പറഞ്ഞു, നരേന്ദ്രമോദി കുഴപ്പമില്ല, നല്ല മനുഷ്യനാ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാൻ കേമൻ, അയാളെ അനുകരിക്കണം, അയാളുടെ വികസനം. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രധാനപ്പെട്ട ഒരു സാന്നിധ്യമാണ്. ആ മന്ത്രിസഭയുടെ പ്രതിനിധിയായി ഷിബു ബേബി ജോൺ. ആ ഷിബു ബേബി ജോൺ ഒരു ആറന്മുള കണ്ണാടിയുമായി പോയി. ആരെ കാണാൻ? നരേന്ദ്രമോദിയെ കാണാൻ. അല്ല, നരേന്ദ്രമോദി ജിയെ കാണാൻ. അതാണ് വികസന നായകനാണ് പോലും. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ വർത്തമാന കാലത്തെ തീപ്പൊരി പ്രാസംഗികരെന്ന് മുസ്ലിം ലീഗുകാർ വാറ്റിപ്പറയുന്ന KM ഷാജി MLA പറഞ്ഞു, നരേന്ദ്രമോദി തടക്കേടില്ല. ആരാണ് ഈ നരേന്ദ്രമോദി? നരേന്ദ്രമോദി RSS. ആരാണ് RSS? ആരാണ് ജനസംഘം? ആരാണ് BJP? 1951 ഒക്ടോബർ മാസം 21 ഡൽഹിയിൽ വെച്ച് ജനസംഘം പിറവിയെടുത്തു എന്ന് ചരിത്രം. അതിന്റെ ഉദ്ഘാടന വേദിയിൽ അതിന്റെ നേതാവായിരുന്ന ശ്യാമപ്രസാദ് മുഖർജി പറഞ്ഞു, ഈ സംഘടനയുടെ ലക്ഷ്യത്തെക്കുറിച്ച് എന്തെന്നറിയുമോ? ആ ലക്ഷ്യം ഇന്ത്യയെ ഏകോപിപ്പിക്കണം, അതിന് വേണമെങ്കിൽ പാകിസ്ഥാനിലേക്ക് പടയോട്ടം നടത്തണം. അദ്ദേഹം ഇന്ത്യൻ ജനവിഭാഗങ്ങളെ അന്ന് നിർവചിച്ചു. ആ പ്രസംഗ മധ്യേ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യൻ മുസ്ലിങ്ങൾ പ്രശ്നക്കാരായ ന്യൂനപക്ഷമാണ്. അവർ ഇന്ത്യയെ തങ്ങളുടെ രാഷ്ട്രമായോ സംസ്കാരമായോ കാണാൻ കഴിയുന്നില്ല. മാത്രമല്ല, ആദ്യ പ്രണയത്തോടെന്ന പോലെ ഇന്ത്യയോട് പെരുമാറാൻ ഇതുവരെയും അവർ പഠിച്ചിട്ടില്ല. ഇതാണ് ജനസംഘം, ഇതാണ് RSS, ഇതാണ് BJP. ആ BJPയുടെ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധിയായി, രണോത്സുകതയുടെ പ്രതീകമായി സംഘപരിവാർ ഉയർത്തിക്കാട്ടുന്ന നരേന്ദ്രമോദി, ആ നരേന്ദ്രമോദിക്ക് അവരുടെ പ്രതീകമായ, അവരുടെ ഭാഗമായ നേതാവായ അടൽ ബിഹാരി വാജ്പേയിക്ക് സത്യവാങ്മൂലം കൊടുക്കുന്ന, പിന്തുണ കൊടുക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ കോൺഗ്രസും BJPയും തമ്മിലുള്ള അകലമെന്ത്? ഇന്ത്യയുടെ കോർപ്പറേറ്റുകൾക്ക് മുമ്പിൽ ഇവർ പണയം വെക്കുകയാണ് ഇന്ത്യ എന്ന ഈ മഹാരാഷ്ട്രത്തെ. നിങ്ങൾ നോക്കൂ എന്റെ പ്രിയപ്പെട്ടവരെ,
ഈ രാജ്യത്ത് എന്തെല്ലാം അധികാരമുണ്ടോ അധികാരമെല്ലാം കോർപ്പറേറ്റുകൾക്ക് തീരെഴുതുന്നു. ഇന്ത്യയെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് കോർപ്പറേറ്റുകൾ, ഇന്ത്യയിൽ ആര് പ്രധാനമന്ത്രിയാകണമെന്ന് തീരുമാനിക്കുന്നത് കോർപ്പറേറ്റുകൾ, ഇന്ത്യ ഏത് നയം രൂപീകരിക്കണമെന്ന് തീരുമാനിക്കുന്നത് കോർപ്പറേറ്റുകൾ. ഇന്ത്യ എന്ന ഈ മഹാരാഷ്ട്രത്തെ കോർപ്പറേറ്റുകൾ തകർത്തുകൊണ്ടേയിരിക്കുന്നു. നമുക്കും അറിയാതെ. എങ്ങനെ അറിയാം? പെട്രോളിന് വില കൂടുന്നു എന്നറിയാം, ഡീസലിന് വില കൂടുന്നു എന്നറിയാം, പാചകവാതകത്തിന്റെ വില കൂടുന്നു എന്നറിയാം, മണ്ണെണ്ണ കിട്ടുന്നില്ല എന്നറിയാം, കർഷകർ മരിക്കുന്നുവെന്നറിയാം, റബ്ബറിന് വില കുറയുന്നു എന്നറിയാം. പ്രശ്നം ഗുരുതരമാണെന്ന് നമുക്കറിയാം. എല്ലാവരും സമ്മതിക്കും. പക്ഷേ ചിലർ വോട്ട് കൈപ്പത്തിക്ക് കൊടുക്കും. കാരണം എന്താ? ഞാൻ കോൺഗ്രസ് കുടുംബത്തിലുള്ളതാണ്. അതാണ് പ്രശ്നം. അച്ഛൻ കോൺഗ്രസ് ആയിരുന്നു, ഞങ്ങളൊക്കെ കൈപ്പത്തിക്കാരാ. അപ്പൻ്റെ അപ്പൻ അതിനൊക്കെ വലിയ കോൺഗ്രസ് ആയിരുന്നു, അമ്മച്ചി കോൺഗ്രസ് ആയിരുന്നു, അമ്മച്ചിയുടെ അമ്മച്ചി അതിനൊക്കെ വലിയ കോൺഗ്രസ് ആയിരുന്നു. ഞങ്ങളെല്ലാം കോൺഗ്രസ് കുടുംബ. എന്റെ പ്രിയപ്പെട്ട സ്നേഹിത, രാഷ്ട്രീയത്തിന്റെ കള്ളികൾക്കകത്ത് നമുക്കിനി മനുഷ്യരെ, ഇന്ത്യൻ ജനതയെ തരം തിരിച്ചു മാറ്റി നിർത്താനാകുമോ? കുറച്ചു നാളുകൾക്ക് മുമ്പ് KSRTC ജീവനക്കാർ കേരളത്തിൽ പണിമുടക്കി. കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല, CITUവും AITUC തൊഴിലാളികൾ ഇടതുപക്ഷക്കാർ മാത്രമല്ല പണിമുടക്കിയത്. AITUവിന്റെ പതാകയ്ക്കൊപ്പം തിരുവനന്തപുരത്ത് KPCC ആസ്ഥാനമായി ഇന്ദിരാഭവന്റെ മട്ടുപ്പാവിൽ പാറിപ്പറക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാക പിടിച്ചു മാത്രം ശീലിച്ചിട്ടുള്ള INTUC-കാരൻ അവന്റെ ആ മൂവർണ്ണ പതാകയും കയ്യിലെന്തിക്കൊണ്ട് വിളിച്ചു, തുലഞ്ഞു പോട്ടെ ഉമ്മൻചാണ്ടി സർക്കാർ, തുലഞ്ഞു പോട്ടെ. ഉമ്മൻചാണ്ടിക്ക് വേണ്ടി വോട്ട് പിടിച്ചവൻ, ഉമ്മൻചാണ്ടിക്ക് വേണ്ടി കൈപ്പത്തിയിൽ വോട്ട് ചെയ്തവൻ, ഇറങ്ങി നടന്ന് വോട്ട് പിടിച്ചവൻ, ഞാൻ നേരത്തെ പറഞ്ഞ കൈപ്പത്തി ചിഹ്നത്തിൽ മാത്രം കുത്തി കൈതഴമ്പിച്ചു പോയവർ, കോൺഗ്രസ് കുടുംബത്തിൽപ്പെട്ടവൻ ഇറങ്ങി സമരം ചെയ്യേണ്ടി വരികയാണ്. രാഷ്ട്രീയം പ്രശ്നമാണ് അവിടെ. പെൻഷൻ കിട്ടാതെയാകുമ്പോൾ, ശമ്പളം മുടങ്ങുമ്പോൾ, തന്റെ അന്നം മുടങ്ങുമ്പോൾ ഞാൻ കോൺഗ്രസ് കുടുംബമാണ്, നടന്നോട്ടെ, കൊള്ളാലോ, നടക്കട്ടെ നടക്കട്ടെ എന്ന് പറയാൻ പറ്റോ? കുളത്തൂപ്പുഴയിലെ CITU-കാരൻ കുളത്തൂപ്പുഴയിലെ INTUC-കാരൻ, കടക്കലിലെ CITU-കാരൻ കടക്കലിലെ INTUC-കാരൻ, ഡൽഹിയിലെ CITU-കാരൻ ഡൽഹിയിലെ AITUC-കാരൻ, ഡൽഹിയിലെ BMS-കാരൻ, ഈ രാജ്യത്തെ മുഴുവൻ CITU INTUC തൊഴിലാളികളെല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു പൊതുപണി മുടക്ക് നടത്തി. രാഷ്ട്രീയ വ്യത്യാസം ഉണ്ടായിരുന്ന ഞാൻ കോൺഗ്രസ്, നീ കമ്മ്യൂണിസ്റ്റ്, നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി, അങ്ങനെ ചിന്തിക്കാനും പറ്റില്ല. അതേ കുറച്ചു നാളുകൾക്ക് മുമ്പ് ഈ രാജ്യത്തെ ബാങ്കിംഗ് മേഖല 48 മണിക്കൂർ സ്തംഭിച്ചു. കമ്മ്യൂണിസ്റ്റ് ഒരുമിച്ച്, കോൺഗ്രസ് ഒരുമിച്ചു, BJP ഒരുമിച്ച്, എല്ലാവരും ഒരുമിച്ച. തിരുവനന്തപുരത്ത് നിന്നും ഈ കൊല്ലത്ത് നിന്നും യാത്ര ചെയ്താൽ എത്താവുന്ന അകലം മാത്രമുള്ള കൊച്ചിയിലെ ഫാക്ടറി മെഡിക്കൽ സമരം നടക്കുകയാണ്. പൊതുമേഖലാ സമരം പൂട്ടിപ്പോകാതിരിക്കാൻ, അന്നം മുടങ്ങാതിരിക്കാൻ ഫാക്ടറിന്റെ മുന്നിൽ സമരം. കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല, കോൺഗ്രസ്സുകാർ കമ്മ്യൂണിസ്റ്റ് ഒരുമിച്ച. ഈ രാജ്യത്തെ തൊഴിലാളികളെല്ലാം ഒരുമിക്കുന്നു, പ്രക്ഷോഭത്തിന്റെ വഴിയരിയിലേക്ക് നടന്നു വരുന്നു. കാരണം എന്തേ? ജീവിക്കാൻ കഴിയുന്നില്ല. ഞാനൊരു കാര്യം ചോദിക്കുന്നു. കോൺഗ്രസ് അവതരിപ്പിച്ച പ്രകടന പത്രികയിൽ അസന്നിഗ്ധമായി കോൺഗ്രസ് പറയുന്നു, ഈ രാജ്യത്ത് തങ്ങൾ തുടർന്നു വരുന്ന സാമ്പത്തിക പരിഷ്കാര നടപടികൾ ഇനിയും അനസ്യൂതം മുമ്പോട്ട് പോകും. ഏത് സാമ്പത്തിക പരിഷ്കാര നടപടിയാണ്? APL BPL തരംതിരിക്കുന്ന സാമ്പത്തിക നടപടി, റേഷൻ ഇല്ലാതാക്കുന്ന സാമ്പത്തിക നടപടി, റബ്ബറിന്റെ വില കുറയ്ക്കുന്ന സാമ്പത്തിക നടപടി. റബ്ബറിന്റെ വില കുറയുമ്പോഴും റബ്ബറിന്റെ ഇറക്കുമതി ഈ രാജ്യത്ത് അനസ്യൂതം അനുമതി കൊടുക്കുന്ന സാമ്പത്തിക നടപടി. ആ നടപടിയെല്ലാം അനസ്യൂതം തുടരുമെന്ന് കോൺഗ്രസ് പറയുന്നു. അങ്ങനെ കോൺഗ്രസ് പറയുമ്പോൾ ഈ ജനവിരുദ്ധ നടപടികളുമായി മുൻപോട്ട് പോകുന്ന കോൺഗ്രസിന്റെ നയസമീപനത്തിനോട് പണ്ടേ ഞാൻ കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞ് വീണ്ടും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാൽ എന്താ വഴി? 10 വരെ വോട്ട് ചെയ്തില്ല, ഇത് ചിന്തിക്കില്ല. 10 കഴിഞ്ഞ് ഗ്യാസിന്റെ വില കൂടുമ്പോൾ പറയുന്നു, കണ്ടകാലം തുലഞ്ഞു പോട്ടെ, പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടായി എങ്കിലും വലിയ എന്തോ ഒരു വിലവർദ്ധനമാണ്. ഞാൻ ചോദിക്കുന്നു, എങ്ങനെ ജീവിക്കുമെന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഈ ശബ്ദം ശ്രമിച്ചു നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ, ഇടതുപക്ഷക്കാർ മാത്രമല്ല, പ്രേമചന്ദ്രന്റെ പോസ്റ്റർ ഒട്ടിച്ച് കയ്യിൽ പശമായാതെ വന്നു നിൽക്കുന്നവരും ഉണ്ടാകും. ഞാൻ നിന്നോടായി ചോദിക്കുന്നു, എന്റെ സ്നേഹിത, നീയും ഞാനും എങ്ങനെ ജീവിക്കും? നിനക്ക് ഇന്ന് നിന്റെ മകളെ, സഹോദരിയെ കെട്ടിച്ചയക്കാൻ എത്ര ലക്ഷം രൂപയാണോ വേണ്ടി വരുന്നത്, അടുത്ത വർഷം അതിനേക്കാൾ തുക അതിനു വേണ്ടി വരും. ഇന്നെത്ര രൂപയാണോ നിനക്കൊരു വീട് വെക്കാൻ വേണ്ടി വരുന്നത്, അടുത്ത മാസമായാൽ ആ വീട് വെക്കാൻ അതിന്റെ എത്രയോ ഇരട്ടി മടങ്ങ് വേണ്ടി വരും. ഇന്ന് നിനക്ക് ചികിത്സാ ചെലവായി നിന്റെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ മെഡിക്കൽ സ്റ്റോറിൽ എത്രയാണോ കൊടുക്കേണ്ടി വരുന്നത്,
ഒരാഴ്ച കഴിഞ്ഞ് നീ അടുത്ത തവണ മരുന്ന് വാങ്ങാൻ ചെല്ലുമ്പോൾ അതിനേക്കാൾ കൂടുതൽ തുക കൊടുക്കേണ്ടി വരുന്നു. നിന്റെ ആദ്യത്തെ കുട്ടിയെ ഉപരിപഠനത്തിന് അയക്കാൻ എത്ര രൂപയാണോ നിനക്ക് വേണ്ടി വന്നത്, അതിന്റെ ഇരട്ടിയിലധികം തുക നിന്റെ രണ്ടാമത്തെ കുട്ടിയെ ഉപരിപഠനത്തിന് അതേ ക്ലാസ്സിൽ അയക്കാൻ വേണ്ടി നിനക്ക് ചിലവാകേണ്ടി വരുന്നു. നിന്റെ ജീവിത ചിലവ് വർദ്ധിക്കുന്നു. നിനക്ക് ലഭിക്കുന്ന വരുമാനം നന്നേ കുറയുന്നു. ഇത് യാഥാർത്ഥ്യമല്ലേ? ഈ യാഥാർത്ഥ്യത്തിനോട് നിനക്ക് സമരം ചെയ്യാതെ മുൻപോട്ട് പോകാനാകുമോ? സമരം ചെയ്യാതെ മുന്നോട്ട് പോകാനാകില്ല. കാരണം നിനക്കും എനിക്കും ഈ മണ്ണിൽ ജീവിക്കണം. നമുക്കൊരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതം അന്യന്റെ മുമ്പിൽ പോയി കൈതൊഴാതെ ജീവിക്കാനാകണം. ദേ മുഴങ്ങുന്ന ശ്രീകോവിലുള്ള മണികൾക്ക് മുമ്പിൽ ഇപ്പോൾ പോയി കൈകൂപ്പി നിന്ന് പ്രാർത്ഥിക്കുന്ന വിശ്വാസികളുണ്ടാകും. ആ വിശ്വാസികളുടെ പ്രാർത്ഥനാനിരതമായ മനസ്സ് ഉടയ തമ്പുരാനോട് തേവരോട് മന്ത്രിക്കുന്നത് എന്തായിരിക്കും? ദൈവമേ, മരിക്കുന്നത് വരെ ആരുടെയെങ്കിലും മുമ്പിൽ പോയി കൈനിട്ടാതെ ജീവിക്കാനുള്ള അവകാശം എനിക്ക് നീ തരണമേ എന്നായിരിക്കും. ആരുടെയെങ്കിലും മുമ്പിൽ പോയി കൈനിട്ടാതെ സംതൃപ്തമായി സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിന് വേണ്ടി തേവരെത്തുന്ന മലയാളികളുടെ മനുഷ്യരുടെ ഈ നാട്ടിൽ സമാധാനത്തോടെ ജീവിക്കാൻ, സംതൃപ്തമായി ജീവിക്കാൻ, നിന്റെ വരുമാനം കൊണ്ട് നിനക്ക് അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം സംജാതമാക്കുന്ന കോൺഗ്രസിന്റെയും BJP-യുടെയും ഈ നവലിബറൽ സാമ്പത്തിക നയങ്ങൾക്കെതിരെ ഏപ്രിൽ 10-ന് ഈ വിരൽ കൊണ്ട് നിങ്ങൾ വോട്ടിംഗ് മെഷീനിൽ പടവെട്ടിയില്ലെങ്കിൽ പിന്നെ എന്തുണ്ട് പ്രതിവിധി? മറ്റു വഴികളില്ല. ഓടിപ്പോയ ബസിന്റെ പുറകിൽ നിന്ന് ആ ബസ്സിന് കൈകാട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഏപ്രിൽ 10 മറക്കേണ്ട ദിവസമല്ല. ഇന്നലെ വരെയുണ്ടായ മുഴുവൻ കാര്യങ്ങളെയും ഓർമ്മയിലേക്ക് എടുത്തുകൊണ്ടുവന്ന് വോട്ട് ചെയ്യേണ്ട ദിവസമാണ്. കോൺഗ്രസ് എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? അഭിമാനത്തോടെ ഞാൻ കോൺഗ്രസ്സുകാരനാണെന്ന് ആർക്ക് പറയാൻ പറ്റും? ഈ നാട്ടിലെ സാധാരണക്കാരായ മഹാഭൂരിപക്ഷം വരുന്ന കോൺഗ്രസ് പ്രവർത്തക, നിന്റെ കോൺഗ്രസ് നിന്നിൽ നിന്നും എത്രയോ ദൂരെയാണ്. നിന്റെ നേതാവുണ്ട്, പേര് സോണിയാഗാന്ധി. സോണിയയ്ക്കൊരു പഴയ പേരുണ്ട്, പേര് ആന്റോണിയോ മൈനോ. അതാണ് അവരുടെ യഥാർത്ഥ പേര്. സോണിയ രാജീവിട്ട പേരാണ്. ആന്റോണിയോ മൈനോയുടെ ചരിത്രം കുളത്തൂപ്പുഴയിലെ കോൺഗ്രസിന് അറിയുന്നു. നാട്ടുഭാഷയിൽ പറഞ്ഞാൽ നക്കിത്തിന്ന നല്ലുപ്പില്ലാത്ത ഒരു കുടുംബത്തിൽ പിറന്നവളായിരുന്നു ആന്റോണിയോ മൈനോ. പരമദരിദ്രരായ ഒരു കുടുംബം. കോളേജിൽ പഠിക്കാൻ പോയപ്പോൾ പഠിക്കാൻ പണമില്ലാത്തതിന്റെ പേരിൽ പാർട്ട് ടൈമായി ജോലി നോക്കി ശമ്പളം ഉണ്ടാക്കി പഠിക്കാൻ പോകേണ്ട അവസ്ഥയായിരുന്നു ആന്റോണിയോ മൈനോക്ക്. പഠിക്കാൻ ക്യാമ്പസിലേക്ക് പറന്നിറങ്ങിയ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇളയ തമ്പുരാൻ, ഇളയ സന്തതി രാജീവ് ഗാന്ധിയുടെ ഹൃദയത്തിൽ കൽബിൽ നിങ്ങൾ കുടിയേറി. പിന്നെ പ്രണയബദ്ധരായി അന്യന്റെ കൈപിടിച്ചു കടൽ കടന്ന് തങ്ങളുടെ മകൾ പോകുമ്പോൾ തങ്ങളുടെ അധ്വാനത്തിന്റെ പ്രോപ്പർട്ടിയുടെ വിഹിതമായി എന്തെങ്കിലും ഒന്ന് എടുത്തു കൊടുക്കാൻ ആന്റോണിയോ മൈനോയുടെ അപ്പനമ്മയ്ക്ക് ഒന്നുമുണ്ടായിരുന്നില്ല. വെറും കൈയോടെ നിങ്ങൾ വന്നു ഇന്ത്യയിലേക്ക് രാജീവിന്റെ പത്നിയായി, പ്രിയങ്കയുടെ, രാഹുലിന്റെ അമ്മയായി, പിന്നെ കോൺഗ്രസ് നേതാവായി, AICCയുടെ അധ്യക്ഷയായി, UPA-യുടെ ചെയർപേഴ്സണായി, ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നു. കുളത്തൂപ്പുഴയിലെ സാധാരണക്കാരായ കോൺഗ്രസുകാരാ, നിന്റെ ഈ സോണിയ ഇന്നാരെന്നറിയുമോ? ലോകത്തിലെ അതിസമ്പന്നരായ രാഷ്ട്രീയ നേതാക്കളിൽ 4ാം സ്ഥാനം. 1ാം സ്ഥാനം ബ്രൂണയിലെ സുൽത്താൻ, 2 ന്യൂയോർക്കിലെ മേയർ, 3 സൗദിയിലെ രാജകുമാരൻ, 4 സോണിയാ ഗാന്ധി എന്ന പഴയ ദരിദ്ര കുടുംബത്തിലെ കുട്ടി ആന്റോണിയോ മൈനോ. എന്താ ജോലി സോണിയാഗാന്ധിക്ക്? തൊഴിലുറപ്പ് പദ്ധതിക്ക് പണിക്ക് പോണതാ. എന്താ വരുമാനം സോണിയാഗാന്ധിക്ക്? അംഗൻവാടിയിലായ പണിക്ക് പോണതാ. ഡൽഹിയിലെ കൊണാട്ട് പ്ലേസിൽ ഏതെങ്കിലും ടെക്സ്റ്റൈൽസിൽ തുണി എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന എന്ത് ജോലിയാണ്? എന്ത് ജോലിയിലൂടെയുള്ള വരുമാനമാണ് ഈ ആസ്തി? കോൺഗ്രസ് മറുപടി പറയണ്ടേ? ലണ്ടൻ എന്ന മഹാനഗരത്തിലേക്ക് വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മഹാത്മാഗാന്ധി ചെന്നിറങ്ങിയപ്പോൾ അന്നൊരു ഇംഗ്ലീഷ് മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, മോഹൻദാസ്, ഈ മഹാനഗരത്തിൽ മാന്യന്മാരുടെ ഇടയിലേക്ക് വരുമ്പോഴെങ്കിലും മാന്യമായി ഒന്ന് വസ്ത്രം ധരിച്ചുകൂടായിരുന്നു? അർദ്ധനഗ്നനായ ഫക്കീർ പറഞ്ഞു, മാധ്യമപ്രവർത്തക, പ്രിയപ്പെട്ട സഹോദര, ഈ മോഹൻദാസിന് നാണം മറയ്ക്കാൻ ഈ തുണ്ടുമുണ്ടെങ്കിലും സ്വന്തമായുണ്ട്. പക്ഷേ നാണം മറയ്ക്കാൻ ഈ തുണ്ടു തുണി പോലും സ്വന്തമായിട്ടില്ലാത്ത, വകയില്ലാത്ത കോടിക്കണക്കിന് മനുഷ്യന്റെ പ്രതിനിധിയായിട്ടാണ് ഞങ്ങളെ അടക്കി ധരിക്കുന്ന നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ രാവത് നിൽക്കുന്നത്. അവരുടെ വസ്ത്രമാണ് എന്റെ വസ്ത്രം എന്ന് പറഞ്ഞു ഗാന്ധിജി. സോണിയ, ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നു, യുണൈറ്റഡ് നാഷൻ ഒടുവിലായി പുറത്തുവിട്ട ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ലോകത്തിലെ പട്ടിണി രാഷ്ട്രങ്ങളുടെ കണക്ക് പുസ്തകത്തിൽ
കെനിയയേക്കാൾ, ബംഗ്ലാദേശിനേക്കാൾ, പാകിസ്ഥാനേക്കാൾ, അഫ്ഗാനിസ്ഥാനേക്കാൾ ദയനീയമായ സ്ഥിതിയുള്ള രാഷ്ട്രമാണ് ഇന്ത്യ. നിങ്ങൾ തന്നെ പുറത്തിറക്കിയ അർജുൻ സെൻഗുപ്ത കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം 20 രൂപ ദിവസ വരുമാനമില്ലാത്ത ജനസംഖ്യയുടെ 77% മനുഷ്യർ ഭാരതീയർ ജീവിക്കുന്ന മണ്ണ്, ജീവിക്കാൻ വകയില്ലാത്തവർ, അന്നത്തിനു വേണ്ടി പരസഹായമില്ലാതെ ജീവിക്കാൻ കഴിയാത്തവർ, സ്വന്തം മാലിന്യം, സ്വന്തം മലവിസർജനം തന്നെ ഭക്ഷണമായി വാരിക്കരിക്കേണ്ടി വരുന്ന നിസ്സഹായരായ ജനതയുടെ നാട്. പട്ടിണി മാറ്റാൻ, പരിവേദനം കേൾക്കാതിരിക്കാൻ, മറ്റാരുടെയും മുൻപിൽ പോയി കൈനീട്ടാതിരിക്കാൻ, സ്വന്തം ഉടുതുണിയരിച്ച് അന്യന്റെ കൂടെ കിടപ്പറങ്ങേണ്ടി വരുന്ന, പട്ടിണി മാറ്റേണ്ടി വരുന്ന ദരിദ്രരായ സ്ത്രീകളുടെ നാട്. ആ ഇന്ത്യയുടെ പ്രതിനിധിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വമായ നിങ്ങൾ ലോകത്തിലെ അതിസമ്പന്നരായ രാഷ്ട്രീയക്കാരിൽ 4ാം സ്ഥാനത്തേക്ക് എങ്ങനെ വളർന്നു കുതിച്ചു കയറി? ഇന്ത്യ അറിയണ്ടേ? ആ കോൺഗ്രസ് നിന്നെക്കാൾ എത്രയോ അകലത്തിലാണ്. നീയും ആ കോൺഗ്രസും തമ്മിൽ എത്രയോ അകലത്തിലാണ്. മാന്യതയുള്ള നല്ല കുടുംബത്തിൽ പിറന്ന ഏതെങ്കിലും ഒരാൾ ഇനി കോൺഗ്രസ് എന്ന് പറയാൻ പറ്റുമോ? ഞാൻ കഴിഞ്ഞ ദിവസം ട്രെയിനിൽ യാത്ര ചെയ്യാറുണ്ട്. അപ്പോ ഒരാളെ പരിചയപ്പെട്ടു, ബീരാനിക്ക. കണ്ടാൽ തന്നെ അറിയാം ഒരു 916 കോൺഗ്രസ് ആണ്. പോക്കറ്റിൽ ഇങ്ങനെ ഇന്ദിരാഗാന്ധി ചിരിച്ചുകൊണ്ടിരിക്കുക. ഏത് കതറിട്ട പോക്കറ്റിലൊരു പേഴ്സിന്റെ പുറത്ത് ഇന്ദിരാഗാന്ധി, കയ്യിലൊരു വാച്ചിനകത്തൊരു കൈപ്പത്തി, പിറകിൽ വീണ്ടും രാഹുൽ ഗാന്ധി, വെള്ളി കെട്ടിയൊരു മോതിരത്തിനകത്ത് രാജീവ് ഗാന്ധി. ആകെ ഒരു കോൺഗ്രസ്. ഞാൻ അടിമുടിയത് നോക്കി, കൊള്ളാലോ ചരക്ക്. വലിയ സൗഹൃദമായി, സാത്വികനായ ഒരു മനുഷ്യൻ. ഏറെ നേരം സംസാരിച്ചു, സംസാരപ്രിയൻ. പരിചയപ്പെട്ടു, ട്രെയിനിങ്ങിനെ മുൻപോട്ട് പോയി, ഞങ്ങളുടെ സംസാരവും മുൻപോട്ട് പോയി. ബീരാനിക്ക് എന്നോട് മനസ്സ് തുറന്നു. ബീരാനിക്ക് പറഞ്ഞു, പൊന്നു മോനെ, പടച്ചനോട് ബീരാന് ഒരു ദുആയേ ഇപ്പോഴുള്ളൂ, ഒരു പ്രാർത്ഥനയെ ഇപ്പോഴുള്ളൂ. ഞാൻ ചോദിച്ചു, എന്താ ബീരാനിക്കാര്? പടച്ചവനെ, അടുത്ത ജന്മത്തിലെങ്കിലും ഒരു ശാലു മേനോനായി ജനിപ്പിക്കണേ. ഇതാ എന്താ ബീരാനിക്ക് അങ്ങനെ? മോനെ, നീ പറഞ്ഞല്ലോ ഈ ബീരാൻ 916 കോൺഗ്രസ് ആണ്. ബീരാൻ ഇന്നലെയും കോൺഗ്രസ്സാ, ഇന്നും കോൺഗ്രസ്സാ, നാളെയും കോൺഗ്രസ്സാ, അടിമുടി കോൺഗ്രസ്സാ നീ പറഞ്ഞതുപോലെ. പക്ഷെ ഈ കോൺഗ്രസ്സുകാരനായ ബീരാന്റെ വീട്ടിലെ മക്കളുടെ വീട്ടിൽ ഒരു കേന്ദ്രമന്ത്രി പോലും ഇതുവരെ വന്നിട്ടില്ല മോനെ. ഒരു സംസ്ഥാന ആഭ്യന്തരമന്ത്രിയും എന്റെ മക്കളുടെ വീടിന്റെ പാല് കാച്ചു കൂടാൻ വന്നിട്ടില്ല മോനെ. മൊബൈൽ ഫോൺ പോക്കറ്റിൽ നിന്ന് എടുത്ത് എന്റെ കയ്യിലേക്ക് അടിച്ചു വെച്ചു. നല്ല വലിയ മൊബൈൽ ഫോൺ, സാംസങ്ങിന്റെ നോട്ട് 2. ചെറുമോൻ ദുബായിൽ നിന്ന് കൊടുത്തു വിട്ടതാ. എനിക്കിതിൽ കൂടുതലൊന്നും അറിയില്ല. വിളി വന്നാൽ എടുക്കാൻ അറിയാം, അങ്ങോട്ട് വിളിക്കാൻ അറിയാം. നീ തന്നെ നോക്കണ്ട പൊന്നുമോനെ. ഈ മൊബൈലിലേക്ക് ഒരു മെസ്സേജും എന്റെ ഒരു കോൺഗ്രസ് നേതാവും എനിക്കിതുവരെ അയച്ചിട്ടില്ല. രാത്രിയെന്നല്ല, പകല് തന്നെ അങ്ങോട്ട് വിളിച്ചാൽ ഓമാരാരും തിരിച്ച് വിളിക്കാറുമില്ല. ജനിക്കുന്നെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരനായിട്ടല്ല പടച്ചോരെ, അടുത്ത ജന്മത്തിലെങ്കിലും എവളുമാരായിട്ട് ആരായിട്ടെങ്കിലും ജനിക്കണം. ഇതാ ബീരാനിക്കന്റെ പ്രാർത്ഥന. ഞാൻ ചോദിക്കുന്നു, കോൺഗ്രസിലെ ഇവിടുത്തെ നേതാക്കളുണ്ടല്ലോ, ഇവിടുത്തെ നേതാക്കൾ കോൺഗ്രസ് പല രൂപത്തിലാണ്. മണ്ഡലം കോൺഗ്രസ്, മകരവിളക്ക് കോൺഗ്രസ്, ഇതൊക്കെയാണ് കോൺഗ്രസ്. ആ മണ്ഡലം കോൺഗ്രസ്, ബ്ലോക്ക് കോൺഗ്രസ്, മകരവിളക്ക് കോൺഗ്രസ്. എവിടെ കോൺഗ്രസ്? ഇവിടുത്തെ വലിയ കോൺഗ്രസിന്റെ നേതാക്കൾ, DCC കോൺഗ്രസ്. ഏതെങ്കിലും ഈ നാട്ടിലെ ഏതെങ്കിലും കൊടിവെച്ച കോൺഗ്രസ് നേതാക്കളുടെ വീട്ടില് ഇന്നേ വരെ ഒരു കേന്ദ്രമന്ത്രി വന്നിട്ടുണ്ടാ? ഒരു ആഭ്യന്തരമന്ത്രി വന്നിട്ടുണ്ടാ? 3 കയ്യടി കേട്ടപ്പോഴേ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ചെന്നുവന്ന് കയ്യടി കേൾക്കുമ്പോൾ ചെല്ലാൻ ഇതിയാനാര് ബലിക്കാക്കയാ? കണ്ടാത്തല്ലൊരു ബലിക്കാക്കന്റെ ലുക്കാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ബലിക്കാക്ക, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ബലിക്കാക്ക. തിരിച്ചറിയാൻ വലിയ പ്രയാസമാണ്. അണ്ണൻ തമ്പി അണ്ണൻ എന്നതുപോലെയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു നിന്ന ഇന്ത്യയിലെ തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന്റെ മുന്നണി പോരാളിയായ സഖാവ് D രാജ ഈ സദസ്സിലേക്ക് എത്തിച്ചേരുകയാണ്. നിങ്ങളെ ഞാൻ ഹൃദയപൂർവ്വം അഭിവാദം ചെയ്യുകയാണ്. ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിലോട്ട് രേഖപ്പെടുത്തി നമ്മുടെ പ്രിയങ്കരനായ സാരഥി സഖാവ് MA ബേബിയെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പോരിനാശ്രയം തീർച്ചയുള്ള മാനസങ്ങൾ തന്നെയാണതോർക്കണം. ഓർമ്മകൾ മരിച്ചിടാതെ കാക്കണം കരുത്തിനായി. കാരിരുമ്പിലെ തുരുമ്പ് മായ്ക്കണം ജയത്തിനായി.